ഇന്നലെ രാത്രിയിൽ നല്ല പൊടിമഴയുണ്ടായിരുന്നേ, അതുകൊണ്ട് ഈ റോഡൊക്കെ നനഞ്ഞു കിടക്കുന്ന കേട്ടോ. അതുകൊണ്ട് പൊടിക്കൊക്കെ നല്ല ആശ്വാസമുണ്ട്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും രണ്ടും മഴയായിട്ട് കിട്ടുന്നുണ്ട്. ഈ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കാപ്പി കൃഷിക്കൊക്കെ ഇത് നല്ലതെന്ന് പറയണ കേൾക്കാം. പിന്നെ ഏലത്തിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല നനവ് വേണമേ. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഈ കോവീസ് എന്താന്ന്. ഈ കാണുന്ന ചെടിയാണ് കേട്ടോ കോവീസ്. അപ്പോൾ ഇതിൻ്റെ ഇല കുറച്ചും കൂടെ നന്നായിട്ട് വലുതായിട്ട് നമ്മുടെ കൈപ്പത്തിയുടെയൊക്കെ അത്രയാവുമേ. അന്നേരം അത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ടക്കോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഈ വഴുതനേൻ്റെ അടിയിൽ അമ്മ മീന്തല കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കല്ല് വെച്ച് കൊടുത്തേക്കുന്നത് പട്ടിയൊന്നും മാന്താതിരിക്കാനേ. ഈ മീന്തലയൊക്കെ ആകുമ്പോൾ നല്ല വളമല്ലേ, അത് നന്നായിട്ട് വളർന്നോളൂല്ലോ. ഇത് ഇന്നലെ രാവിലെ വിരിഞ്ഞ കാപ്പിപ്പൂവായിരുന്നേ. പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞ് നല്ലൊരു മഴ കിട്ടിയതുകൊണ്ട് കാപ്പിപ്പൂവെല്ലാം ഒരുമാതിരി ചീഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നാലും നല്ല വാസനയാണ് ഇതിലെ പോകുമ്പോഴേ. മൊത്തത്തിൽ എല്ലാത്തിനും ഒരു നനവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ മുറ്റം അടിക്കാൻ അത് കാരണം നല്ല സുഖമാണ്. പൊടിയും കുറവാണ്, നന്നായിട്ട് കരിയിലേക്കാണെങ്കിലും വിട്ടു പോരുന്നുമുണ്ട്. മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നതിന് ശേഷം പിറ്റേ ദിവസം കാണാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാം നനഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിടക്കും. പിന്നെ ഡാമൊക്കെ ആണെങ്കിലും മഞ്ഞൊക്കെ മൂടി മൊത്തത്തിൽ ഒരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ.